ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലാസ്റ്റ് 4 മാസമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ട്രെൻഡാണ് അല്ലേ. അത് മാർക്കറ്റ് താഴേക്ക് പോകുന്നു. പലപ്പോഴും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത പണം 30%, 40%, 50% ഒക്കെ താഴെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഇനിയും താഴെ പോകുമോ, അല്ലെങ്കിൽ മുകളിലേക്ക് എന്ന് വരും? അപ്പോൾ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ വിഷയമാണ്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയാവുന്നതുപോലെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയാവുന്നതുപോലെ തന്നെയാണ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് എന്ത്, നല്ലൊരു ബുൾ മാർക്കറ്റിന് ശേഷം, അതായത് മാർക്കറ്റ് നന്നായിട്ട് കയറി മുകളിലേക്ക് പോയതിന് ശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഒരു കറക്ഷൻ, ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ അതുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കറക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ നോക്കിയാൽ അറിയാം, 12% മുകളിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, അതായത് നെഗറ്റീവായിട്ട്, അതായത് താഴേക്ക് പോകുന്നു. പക്ഷെ എന്നാൽ പല ഷെയറുകളും 50%, 60%, 70% താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ അതുപോലെ ഇനി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ എന്ത് ചെയ്യണം? ഇത് വളരെ ഏറ്റവും എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്തിരിക്കുന്ന സ്റ്റോക്കിനെ പറ്റിയിട്ട്, അതായത് ഇപ്പോഴത്തെ ഒരു ഡൗൺ ട്രെൻഡ് കണ്ട് അത് പാനിക് ആവാതിരിക്കുക എന്നാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ താഴേക്ക് പോയി, അപ്പോൾ നമ്മൾ അതുകൊണ്ട് പാനിക് ആവാതിരിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത്, നല്ല സ്റ്റോക്ക് നല്ലതാണോ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളത് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എടുക്കേണ്ട തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതായത് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് താഴേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലതിലാണോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം, ആ സ്റ്റോക്ക് താഴേക്ക് പോയി എന്ന് വരുമ്പോൾ നമ്മൾ പാനിക് ആവാതിരിക്കുക. പിന്നെ മാർക്കറ്റിന് ഇതിന് മുൻപ് ഇങ്ങനെയുള്ള ഒരുപാട് കറക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്, സ്റ്റോക്കിൻ്റെ പ്രൈസ്, ഇൻഡെക്സ് ഒക്കെ താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യണം, ശുഭാപ്തി വിശ്വാസത്തോടെ മാർക്കറ്റ് വെയിറ്റ് ചെയ്യുക. കാരണം മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെ നമ്മൾ വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇനി ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇനിയും പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പൈസ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആലോചിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ആവറേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരല്ല, ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും എൻട്രി ചെയ്യുന്ന പോയിന്റിന് ശേഷം, അതായത് ഒരു സ്റ്റോക്ക് ഒരു പ്രൈസ് നമ്മൾ മേടിച്ചു, പക്ഷേ ആ സ്റ്റോക്ക് പ്രൈസിന് മേടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോഴാണെങ്കിലും ഒരുപക്ഷെ നമ്മൾ മേടിച്ചതിന് ശേഷം അത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എത്ര താഴെയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആ ബോട്ടം എത്രയാണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ ടോപ്പും ബോട്ടവും ഏറ്റവും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇത് ആർക്കും പറ്റില്ല. പിന്നെ നമുക്ക് ചില അസംഷൻസ് നടത്താം. പിന്നെ മാത്രമേ ഇത് 100% ശരിയാവണമെന്നില്ല. അപ്പോൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഗുണനിലവാരവും ക്വാളിറ്റിയും അത് നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. അതായത് അത് നമ്മൾ ഉറപ്പുവരുത്തണം. മാർക്കറ്റിൽ വില ഒരുപാട് താഴെ, അതായത് 50%, 60% ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില താഴെ പോയി എന്ന് കരുതിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഷെയർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ കരുതി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ സാധാരണ ആളുകൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ചെറിയ സ്റ്റോക്കുകൾ, പെന്നി സ്റ്റോക്സ് പോയി മേടിക്കും. പക്ഷേ അതും ആ ഒരു ക്രൈറ്റീരിയയും ഇത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഈ പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത് മുകളിലേക്ക് കയറി വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴായാലും മുകളിൽ നിൽക്കുമ്പോഴായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് എത്ര ശതമാനം താഴേക്ക് പോകുന്നു എന്ന് വിശ്വസിച്ചോ അല്ലെങ്കിൽ മനസ്സിലാക്കിയോ, അല്ലെങ്കിൽ പെന്നി സ്റ്റോക്സ് ആണ് വില കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയോ മാത്രമല്ല, അതിൻ്റെ ഗുണനിലവാരം ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മിക്ക ആളുകൾക്കും, അതായത് പണം നഷ്ടപ്പെടാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ എത്ര പണം നഷ്ടപ്പെടുത്താമെന്നുള്ളത് അത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉടനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കണമെന്നില്ല. മാർക്കറ്റിൽ പണം നഷ്ടപ്പെടും. കാരണം എന്താണ്, മാർക്കറ്റ് എല്ലാവർക്കും ഫേവറബിളായിട്ട് വരണമെന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പണം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു തോത് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചില ടാർഗറ്റുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട്, അതായത് എത്ര ശതമാനം പണം നഷ്ടപ്പെടും അത് നമ്മളൊരു ചെറിയൊരു ലിമിറ്റിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ പേഴ്സണൽ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ആ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വലിപ്പം അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നേട്ടമുണ്ടാക്കാം. നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം മാർക്കറ്റിലുണ്ട്. We are here to create investment winners. Thank you.